അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്കേറിയൊരു പാതയാണ് നോർത്ത് അറ്റ്ലാന്റിക് റൂട്ട്. ഓരോ വർഷവും കോടിക്കണക്കിന് യാത്രക്കാരാണ് ഈ വഴിയിലൂടെ അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ നിങ്ങളിൽ എത്രപേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ റൂട്ടിൽ ഭൂരിഭാഗം വിമാനങ്ങളും രാത്രികാലങ്ങളിലാണ് യാത്ര തിരിക്കുന്നതെന്ന്? ഇരുട്ടിൽ പറക്കുന്നതിനു പിന്നിൽ ചില പ്രത്യേക സുരക്ഷാ കാരണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല. മറിച്ച് വ്യോമയാന മേഖലയിലെ വളരെ തന്ത്രപരമായ ചില ബിസിനസ് രഹസ്യങ്ങളും പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങളുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു വിമാന കമ്പനിയുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് വരുന്നത് ഇക്കോണമി ക്ലാസ്സിലെ യാത്രക്കാരിൽ നിന്നല്ല, മറിച്ച് മുൻനിരയിലുള്ള ബിസിനസ് ക്ലാസ് സീറ്റുകളിൽ യാത്ര ചെയ്യുന്ന എക്സിക്യൂട്ടീവ് യാത്രക്കാരിൽ നിന്നാണ്. വലിയ തുക മുടക്കി യാത്ര ചെയ്യുന്ന ഇത്തരം പ്രൊഫഷണലുകൾക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെ എയർലൈനുകൾ അവരുടെ സമയക്രമം നിശ്ചയിക്കുന്നത് ഈ VIP യാത്രക്കാരുടെ കംഫർട്ട് നോക്കിയാണ്. അവർ വൈകുന്നേരങ്ങളിൽ അമേരിക്കയിലെ തിരക്കേറിയ നഗരങ്ങളിൽ നിന്നും യാത്ര തിരിച്ച് വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ വിശ്രമിക്കുന്നു. പുലർച്ചെ തന്നെ ലണ്ടനിലോ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലോ എത്തുമ്പോൾ അവർക്കൊട്ടും സമയം നഷ്ടപ്പെടാതെ തന്നെ രാവിലെ മുതലുള്ള മീറ്റിംഗുകളിലും ബിസിനസ് ഡീലുകളിലും സജീവമായി പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇതേ വിമാനങ്ങൾ പകൽ സമയത്താണ് പുറപ്പെട്ടിരുന്നതെങ്കിൽ യാത്രക്കാർ യൂറോപ്പിലെത്തുമ്പോൾ അർദ്ധരാത്രിയാവുകയും ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെട്ട് അവർ പൂർണ്ണമായും തളർന്നുപോവുകയും ചെയ്യുമായിരുന്നു. സമയലാഭത്തിനൊപ്പം തന്നെ രാത്രി യാത്രകളെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് അന്തരീക്ഷത്തിലെ വായുപ്രവാഹങ്ങൾ അഥവാ ജെറ്റ് സ്ട്രീംസ്. ഉയർന്ന ആകാശത്ത് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കിഴക്കോട്ട് അതിശക്തമായി വീശുന്ന ഈ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വരാറുണ്ട്. വിമാനങ്ങൾ ഈ കാറ്റിന്റെ ദിശ മനസ്സിലാക്കി അതിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പ്രകൃതിദത്തമായൊരു തള്ളൽ വിമാനങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് യാത്രാസമയത്തിൽ വലിയ രീതിയിലുള്ള കുറവ് വരുത്തുന്നതിനോടൊപ്പം വിമാനക്കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇന്ധനം ലാഭിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് തിരിച്ചുള്ള യാത്രയേക്കാൾ വളരെ വേഗത്തിൽ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് വിമാനങ്ങൾക്കെത്താൻ സാധിക്കുന്നത്. ഇതിനായി മാത്രം പ്രത്യേക കാലാവസ്ഥാ വിദഗ്ധരെ നിയമിച്ച് ദിവസേന താൽക്കാലിക വ്യോമപാതകൾ രൂപീകരിക്കാറുണ്ട്. പണ്ടുകാലത്ത് സമുദ്രങ്ങൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ റഡാർ ബന്ധങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടാറുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത്യാധുനിക സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വഴി വിമാനങ്ങളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പണ്ട് സുരക്ഷ മുൻനിർത്തി 3-4 എഞ്ചിനുകളുള്ള വലിയ വിമാനങ്ങൾ മാത്രമാണ് ഈ റൂട്ടുകളിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സാങ്കേതികവിദ്യ വികസിച്ചതോടെ 2 എഞ്ചിനുകൾ മാത്രമുള്ള അത്യാധുനിക വിമാനങ്ങൾ വലിയ സുരക്ഷിതത്വത്തോടെ ഈ ദൂരം പിന്നിടുന്നു. ഇത് സർവീസ് നടത്താനുള്ള ചിലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ കമ്പനികളെ സഹായിച്ചിട്ടുണ്ട്. ലണ്ടൻ പോലെയുള്ള വലിയ എയർപോർട്ടുകൾ കേവലം ഒരു സ്റ്റോപ്പ് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്ന വലിയ കണക്റ്റിംഗ് ഹബ്ബുകളായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇവിടെയുള്ള സമയക്രമം ഒരു ചെയിൻ പോലെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. 1-2 വിമാനങ്ങൾ വൈകിയാൽ അത് ലോകമെമ്പാടുമുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റുകളെ ബാധിക്കും. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഇത്തരം വിമാനങ്ങൾ വെറുതെ നിലത്ത് കിടക്കുന്നത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അതുകൊണ്ടുതന്നെ 24 മണിക്കൂറും വിമാനങ്ങളെ പരമാവധി ആകാശത്ത് തന്നെ നിലനിർത്താൻ ഈ രാത്രികാല സർവീസുകൾ സഹായിക്കുന്നു. പുലർച്ചെ യൂറോപ്പിലിറങ്ങുന്ന വിമാനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശുചീകരണവും ഇന്ധനം നിറയ്ക്കലും പൂർത്തിയാക്കി തിരികെ പറക്കാൻ തയ്യാറാകുന്നു. യാത്രക്കാരെ കൂടാതെ വിമാനങ്ങളുടെ അടിഭാഗത്തു കൊണ്ടുപോകുന്ന കാർഗോ അഥവാ ചരക്കുകളിൽ നിന്നും വലിയൊരു വരുമാനം കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ രാത്രികാലങ്ങളിലെ ഈ അറ്റ്ലാന്റിക് യാത്രകൾക്ക് പിന്നിൽ യാതൊരുവിധ അത്ഭുതങ്ങളുമില്ല, മറിച്ച് വർഷങ്ങളായി രൂപപ്പെടുത്തിയെടുത്ത പക്കാ ബിസിനസ് തന്ത്രങ്ങളും സാങ്കേതികവിദ്യയുടെ കൃത്യതയുമാണ് ഇതിനെ ഇത്രയും ജനപ്രിയമാക്കുന്നത്.